അങ്ങനെ വ്യക്തമായൊരു കാഴ്ചപ്പാടോട് കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ പുഴയ്ക്കലിൽ എപ്പോഴും ബ്ലോക്കാണ്. അവിടെ എന്നും പല പല പണികളുടെ ഭാഗമായിട്ട് ഭയങ്കര ബ്ലോക്ക് അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ അയ്യന്തോൾ സിവിൽ സ്റ്റേഷൻ ആ റോഡ് എപ്പോഴും ഭയങ്കര തിരക്കുണ്ട്. ആ വഴിയിലൂടെ കടന്നാണ് മിക്ക വാഹനങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ രൂക്ഷമായിട്ടുള്ള വാഹന ഗതാഗത കുരുക്ക് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ടുള്ള ഉദ്ദേശം. വികസനം ഈ നാടിന് സ്വാഭാവികമായി ആവശ്യമാണ്. അത് ആര് ഭരിക്കുമ്പോഴും, കോൺഗ്രസ് ഭരിക്കുമ്പോഴായാലും അല്ലെങ്കിൽ UDF ആയാലും LDF ആയാലൊക്കെ തന്നെ മാറി വരുമ്പോൾ തന്നെ അതിൻ്റെ വികസന കാഴ്ചപ്പാട് മുന്നോട്ട് പോകാറുണ്ട്. പക്ഷേ ഇത് സമയബന്ധിതമായി വികസനം പൂർത്തീകരിക്കപ്പെടണം. നമ്മളെല്ലാവരും, അത് ആരെയും കുറ്റപ്പെടുത്തുന്ന, എല്ലാവരും അതിൻ്റെ ഇരകളായ ആളുകളാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ പുഴയ്ക്കൽ റോഡ് ഇങ്ങനെ അനന്തമായി ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തി കൊണ്ടുപോവുകയാണ്. ഒരു പ്രവൃത്തി 1 കൊല്ലം കൊണ്ട് തീരേണ്ടത് 10 കൊല്ലം കൊണ്ട് തീരുമ്പോൾ 10 വർഷക്കാലവും അവിടെയുള്ള ജനം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, അവിടെയുള്ള വ്യാപാരം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, അവിടെയുള്ള മറ്റൊരുപാട് ജീവിതങ്ങൾ അത് ബാധിക്കുകയാണ്. മറ്റുള്ള എല്ലാ പ്രാദേശികമായ റോഡുകളെയും ബാധിക്കുന്നു, അവിടെയുള്ള ആളെയും ബാധിക്കുന്നു. അതുകൊണ്ട് സമയബന്ധിതമായി അടിയന്തരമായി തന്നെ പുഴയ്ക്കൽ റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത് മാത്രമാണ്. ഈ കളക്ട്രേറ്റ് ഗ്രൗണ്ടിലൊക്കെ നമുക്ക് പലപ്പോഴും അറിയാം, മണിക്കൂറോളം ബ്ലോക്ക് വരികയാണ്. ഇതൊക്കെ വരുന്നത് അല്ലെങ്കിൽ അവിടെ വാഹനങ്ങളുടെ എണ്ണം കൂടുന്നു, മത്സരയോട്ടം കൂടുന്നു. മത്സരോട്ടം കൂടുന്നു പറയുമ്പോൾ കേവലം ബസ്സുകൾക്കൊക്കെ 2 മിനിറ്റ് സെക്കൻഡുകളാണ് ഈ അവർക്ക് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മണിക്കൂർ ബ്ലോക്കിൽ പെടുമ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടി മത്സരിച്ച് ഓടുകയാണ്. അതിൻ്റെ ഒരുപാട് മരണങ്ങൾ പോലും നമ്മൾ ആ റോഡുകളിൽ കണ്ടതാണ്. ഇത് റോഡുകളുടെ കാര്യത്തിൽ മാത്രമല്ല, തൃശ്ശൂർ കോർപ്പറേഷനകത്ത് നമുക്ക് തന്നെ പല വികസനങ്ങൾ നടന്നു പോകുമ്പോൾ പല കമ്മ്യൂണിറ്റി ആളുകൾ, ഇപ്പോൾ എൻ്റെ ഡിവിഷനിലുണ്ടായിരുന്ന, സിവിൽ സ്റ്റേഷനിലുണ്ടായിരുന്ന, സ്റ്റേഷൻ്റെ ഭാഗമായിരുന്ന, അവിടെയുള്ള ഒരുപാട് ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒരു ഹാളാണ് പ്രിയദർശിനി കമ്മ്യൂണിറ്റി ഹാൾ. ആ കമ്മ്യൂണിറ്റിയിൽ 8 വർഷക്കാലമായി നവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ നല്ല കാര്യം, പുതിയതൊരു ബിൽഡിംഗ് പണിയുന്നു, പക്ഷേ പുതിയ ഹാൾ പണിയുന്നു. പക്ഷേ 8 വർഷക്കാലമായി അത് ആർക്കും ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല. 8 വർഷക്കാലമായി കോർപ്പറേഷൻ ലഭിക്കേണ്ട വലിയ വരുമാനം നഷ്ടപ്പെടുന്നു. സാധാരണക്കാരന് വേണ്ട ഒരു സഹായം, ചെറിയ തുകയ്ക്ക് ആ സഹായം ലഭിക്കുന്നില്ല. അപ്പോൾ വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിച്ചാലാണ് അതിന് ഗുണം സാധാരണക്കാരന് ലഭിക്കുകയുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തൃശ്ശൂരിൽ ഇത്രയും നാളത്തെ ഒരു അനുഭവം വെച്ചിട്ട് നമുക്ക് ആ ഒരു വ്യക്തമായ ധാരണ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ പുറത്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തൃശ്ശൂർക്കാരുടെ ഹൃദയത്തിൽ ഉണ്ട് A പ്രസാദ്. വോട്ടർമാരിലും ആ ഒരു സ്ഥാനം ഊട്ടി ഉറപ്പിക്കാനായിട്ട് സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും.